കഥയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയായ മിയയെ കാണിക്കുന്നു. മിയ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. 15 കൊല്ലമായി അവളുടെ അമ്മ തന്നെയാണ് അവളെ നോക്കി വരുന്നത്. അവളുടെ അച്ഛൻ 2 മാസം മുന്നാണ് മരണപ്പെട്ടത്. ലില്ലി എന്ന പെൺകുട്ടിയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അടുത്ത സീനിൽ മിയ പഠിക്കുന്ന സ്കൂളിനെ കാണിക്കുന്നു. നമ്മുടെ മിയയ്ക്ക് ജോഷ് എന്ന പയ്യനോട് ക്രഷ് ഉണ്ട്. എന്നാൽ ജോഷിനോ ഓൾറെഡി ലെന എന്ന ഗേൾഫ്രണ്ടും ഉണ്ട്. മിയയുടെ ക്ലാസ്സിൽ ഇന്നൊരു ഡിബേറ്റ് നടക്കുന്നു. സ്കൂളിൽ കാഷ്വൽ ഡ്രസ് വേണോ അതോ യൂണിഫോം മതിയോ എന്ന ചർച്ചയാണ് നടക്കുന്നത്. മിയയുടെ ക്രഷായ ജോഷ് കാഷ്വൽ ഡ്രസ് അംഗീകരിക്കണമെന്ന് പറയുന്നു. അതിന് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിനെ എതിർത്ത് പറയേണ്ടത്, അതായത് സ്കൂളിൽ യൂണിഫോം മതി എന്ന് പറയേണ്ടത് മിയയാണ്. ഒരു ഇൻട്രോവേർട്ടായ മിയ എല്ലാവരുടെയും മുന്നിലും സംസാരിക്കണമല്ലോ എന്ന് ഓർത്ത് പേടിച്ച് അവൾ അസ്വസ്ഥയായി മാറുന്നു. അവൾക്കത് സഹിക്കാനാവാതെ ക്ലാസ്സിൽ നിന്നും ഓടിപ്പോവുകയാണ്. ഇത് കണ്ട് അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം അവളെ നോക്കി കളിയാക്കുന്നു. അടുത്ത സീനിൽ മിയയെയും അവളുടെ അമ്മയെയും കാണിക്കുന്നു. അവളുടെ മുത്തശ്ശി വിളിച്ചിരുന്നു എന്നറിയിക്കുന്നു. ജനോവിയ എന്ന രാജ്യത്തിൽ ജീവിക്കുന്ന മുത്തശ്ശിയാണ് അവളെ വിളിച്ചിരിക്കുന്നത്. മിയ അവളുടെ അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ 15 വർഷവും അവളുടെ ബർത്ത്ഡേക്ക് സമ്മാനങ്ങളും കത്തും അയക്കുമെന്നല്ലാതെ. അച്ഛനാണെങ്കിൽ 2 മാസം മുന്നേ മരണപ്പെട്ടു. അതിനുശേഷമാണ് ആദ്യമായി ഈ മുത്തശ്ശിയുടെ വിളി വരുന്നത്. ഇത്ര കാലമായി യാതൊരു ബന്ധവും പുലർത്താത്ത അവർ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നാണ് മിയ ചോദിക്കുന്നത്. നിന്റെ മുത്തശ്ശി ടൗണിലെത്തിയിട്ടുണ്ട്, നീ പോയി കാണണം എന്ന് അമ്മ പറയുന്നു. താല്പര്യമില്ലെങ്കിൽ പോലും മിയ അതിനോട് സമ്മതിക്കുന്നു. അടുത്ത ദിവസം അവൾ മുത്തശ്ശി താമസിക്കുന്നിടത്ത് പോകുന്നുണ്ട്. ക്ലാരിസ് എന്നാണ് അവളുടെ മുത്തശ്ശിയുടെ പേര്. ആദ്യമായിട്ടാണ് അവൾ അവളുടെ മുത്തശ്ശിയെ കാണുന്നത്. ക്ലാരിസ് അവൾക്കൊരു മാല സമ്മാനിക്കുന്നു. ചെറുപ്പത്തിൽ ഇത് എൻ്റേതായിരുന്നു എന്നും ഇനി മുതൽ അത് മിയയ്ക്ക് ഉപയോഗിക്കാമെന്നും പറയുന്നു. ആ കൂടിക്കാഴ്ചയിൽ ക്ലാരിസ് മിയയുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയാണ്. താൻ ജനോവിയ എന്ന രാജ്യത്തിൻ്റെ ക്വീൻ ആണെന്നും മിയയുടെ അച്ഛൻ, അതായത് ക്ലാരിസിൻ്റെ മകൻ, പ്രിൻസസ് ആയിരുന്നുവെന്നും പറയുന്നു. മിയയുടെ അച്ഛൻ മരണപ്പെട്ടത് മൂലം ഇനി മുതൽ മിയ ജനോവിയയുടെ പ്രിൻസസ് ആയിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് കേട്ട് അവൾ ഷോക്കായി പോകുന്നുണ്ട്. ഒരു പ്രിൻസസിനെ പോലെ എങ്ങനെ പെരുമാറണമെന്നും ജനോവിയയുടെ ചരിത്രവും കൾച്ചറുമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പഠിപ്പിച്ചു തരാമെന്നും ഇനി മുതൽ ജനോവിയയിൽ തന്നെ വന്ന് താമസിക്കേണ്ടി വരുമെന്നും ഒക്കെ മുത്തശ്ശി അവളോട് അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട അമ്പരപ്പിൽ അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അടുത്ത സീനിൽ മിയയും അമ്മയും തർക്കിക്കുന്നത് കാണിക്കുന്നു. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് രഹസ്യമാക്കി വെച്ചതെന്ന് അമ്മ പറയുന്നു. അടുത്ത ദിവസം ക്ലാരിസ് മിയയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഇനി വരാൻ പോകുന്ന ജനോവിയയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷത്തിൽ പ്രസ്സിനും പബ്ലിക്കിനും മിയയെ പ്രിൻസസ്സായി പരിചയപ്പെടുത്താനുള്ളതാണ് എന്ന് ക്ലാരിസ് പറയുന്നു. എന്നാൽ 15 കൊല്ലമായി മുത്തശ്ശി തന്നെ ഇഗ്നോർ ചെയ്തതുകൊണ്ടും അമ്മ രഹസ്യം മറച്ചു വെച്ചതുകൊണ്ടും മിയ പ്രിൻസസ് ആവില്ല എന്ന് പറയുന്നു. അമ്മ ഇടപെട്ട് ഇനിയുള്ള പ്രിൻസസിൻ്റെ ക്ലാസ്സുകളിൽ മിയ വരുമെന്നും അതിനുശേഷം മിയയ്ക്ക് പ്രിൻസസ് ആവണോ വേണ്ടയോ എന്ന തീരുമാനം അവൾ സ്വയം എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നു. പോകുന്ന വഴി ക്ലാരിസ് മിയയ്ക്ക് റോയൽ കാർ സമ്മാനിക്കുന്നുണ്ട്. അവരുടെ സെക്യൂരിറ്റി ഗാർഡായ ജോസഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പോകുന്ന വഴി ലില്ലിക്കും ലിഫ്റ്റ് നൽകുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞ് മിയ പോകുന്നത് താൻ ഇനി വാങ്ങിച്ച് ഓടിക്കാൻ പോകുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് മസ്റ്റാങ്ങിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു $400 ആവുമെന്നാണ് മെക്കാനിക് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന മൈക്കിൾ എന്ന പയ്യൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തു തരാമെന്ന് മിയയോട് പറയുന്നുണ്ട്. മൈക്കിൾ വേറെ ആരുമല്ല, ലില്ലിയുടെ അനിയനാണ്. മൈക്കിളിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവന് മിയയോട് ചെറുതായി ഇഷ്ടമുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ക്ലാരിസ് മിയയെ മുഴുവനായി അനലൈസ് ചെയ്ത് നോക്കുകയാണ്. അവളുടെ പ്രശ്നങ്ങളെല്ലാം നോട്ട് ചെയ്തു വയ്ക്കുന്നു. പ്രിൻസസ് ക്ലാസ്സുകളിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ മാനേഴ്സോടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ക്ലാരിസ് മിയയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം എങ്ങനെ ഡാൻസ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ജോസഫ് സഹായിക്കുന്നുണ്ട്. അതിനിടയിൽ മിയ അറിയാതെ ജോസഫിനെ വന്നിടിക്കുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അവൾ അത് പഠിച്ചെടുക്കുന്നുണ്ട്. അന്നത്തെ പ്രിൻസസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡാൻസ് കളിക്കാൻ വേണ്ടി ജോസഫ് ക്ലാരിസിനെ ക്ഷണിക്കുന്നുണ്ട്. ഇവരുടെ ഇടയിൽ ഒരു പ്രണയം പൂവിടുന്നതായി കാണാൻ സാധിക്കും. അടുത്ത ദിവസം പൗലോ എന്ന സ്റ്റൈലിസ്റ്റ് മിയയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ തന്നെ വന്നിരിക്കുകയാണ്. അവളുടെ അപ്പിയറൻസിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. അതോടെ കംപ്ലീറ്റ്ലി ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് മിയ. അവളുടെ ഭംഗി അവൾ തന്നെ ആസ്വദിച്ചു പോവുകയാണ്. അന്ന് ലിഫ്റ്റ് വിളിക്കാൻ വന്ന മിയയെ കണ്ട് മൈക്കിൾ അമ്പരന്ന് പോവുകയാണ്. എന്നാൽ അതേസമയം ലില്ലി അവളുടെ പുതിയ ലുക്കിനെ കുറിച്ച് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ട് മിയ കരഞ്ഞു പോവുകയാണ്. ലില്ലിയുടെ കുറ്റം പറച്ചിൽ കേട്ട് സഹി കേട്ടപ്പോൾ മിയ ലില്ലിയോട് നല്ലോണം ചൂടാവുന്നുണ്ട്. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ റാഗ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്.
ഫ്രണ്ട്സ് ആയാൽ സത്യം പറയും, അല്ലാതെ കള്ളം പറഞ്ഞ് പലതും മറച്ചു വയ്ക്കില്ല. നീ എന്നിൽ നിന്ന് പലതും മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലില്ലി ചൂടാവുകയാണ്. അവസാനം മിയ ആ രഹസ്യം ലില്ലിയോട് തുറന്നു പറയുന്നു. ആ വാർത്ത കേട്ട് ലില്ലി തുള്ളിച്ചാടുകയാണ്. ലില്ലി സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിനു ശേഷം താൻ ഹാർഷായി പെരുമാറിയതിനൊക്കെ സോറി പറയുന്നു. ഈ റോയൽ സീക്രട്ട് ആരെയും അറിയിക്കില്ല എന്ന് പറഞ്ഞ് അവർ സീക്രട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു. അന്ന് ക്ലാസ്സിൽ മിയ തൊപ്പി വെച്ചുകൊണ്ടാണ് പോയിരുന്നത്. ഇത് കണ്ട ലെന സ്കൂളിൽ തൊപ്പി ധരിക്കാൻ പാടില്ല എന്ന റൂൾസ് ഉള്ളതിനെക്കുറിച്ച് പറയുന്നു. മിയയ്ക്ക് തൊപ്പി അഴിക്കേണ്ടി വരുന്നു. മിയയുടെ മനോഹരമായ മുടി കണ്ട് ക്ലാസ്മേറ്റ്സൊക്കെ അതിശയിച്ചു പോവുകയാണ്. വിഗ് അല്ലേ എന്ന് വരെ ചോദിക്കുന്നു. ലില്ലി പോലും അവളുടെ മുടിയെ പുകഴ്ത്തി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിയ വായിക്കേണ്ട ബുക്കുകളെല്ലാം ക്ലാരിസ് അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. കൂടാതെ ജനങ്ങളെ കാണുമ്പോൾ എങ്ങനെ കൈവീശണം എന്നൊക്കെ പഠിപ്പിക്കുന്നു. അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം ചാനലുകൾ മിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അവൾ ജനോവിയയുടെ പ്രിൻസസ് ആണെന്ന രഹസ്യം എങ്ങനെയൊക്കെയോ വാർത്തയായി മാറിയിട്ടുണ്ട്. ഇതറിഞ്ഞ ക്ലാരിസ് സ്കൂളിൽ എത്തിച്ചേരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് പൗലോ എന്ന ഈ വ്യക്തിയാണ് ഈ രഹസ്യം ചോർത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നു. അതോടെ സ്കൂളിൽ പോപ്പുലറായി മാറിയിരിക്കുകയാണ് മിയ. നീയാണ് ഇപ്പോൾ സ്കൂളിലെ ചർച്ചാ വിഷയം. എല്ലാവർക്കും ഇപ്പോൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം എന്നൊക്കെ ലില്ലി മിയയെ അറിയിക്കുന്നു. കൂടാതെ ഈ വരുന്ന ശനിയാഴ്ച ലില്ലി ഒരു ടോക്ക് ഷോ നടത്തുന്നുണ്ട്. അതിൽ മിയ ഗസ്റ്റായി വരുമോ എന്ന് ചോദിക്കുന്നു. മിയ അതിനോട് സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരു ജനോവിയൻ ഫാൻസി ഡിന്നർ വരുന്നുണ്ട് എന്ന് ജോസഫ് പറയുന്നു. അന്ന് എല്ലാവരുടെയും മുന്നിലും എങ്ങനെ എൻ്റർ ചെയ്തു വരണമെന്ന് ജോസഫ് പറഞ്ഞു കൊടുക്കുന്നു. അതവൾ കൃത്യമായി ചെയ്യുന്നു. ജനോവിയയുടെ പ്രൈം മിനിസ്റ്ററൊക്കെ അവൾ പരിചയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന 2 പേർ ജനോവിയെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മിയ പ്രിൻസസ് ആയില്ലെങ്കിൽ ഇവരുടെ ഫാമിലി ജനോവിയെ ഏറ്റെടുക്കും. അങ്ങനെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മിയ ശ്രദ്ധിക്കാതെ അടുത്തിരുന്നയാളുടെ ഡ്രസ്സൊക്കെ കത്തിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവസാനം അവൾ കൈ ഐസ് ബക്കറ്റിലിട്ട് അണയ്ക്കുന്നു. അടുത്തതായി ഐസ്ക്രീം കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് ശ്രദ്ധിക്കാതെ അവൾ അങ്ങനെ അത് വായിലിടുന്നു. ആ ഐസ്ക്രീമിൻ്റെ തണുപ്പിൽ അവളുടെ വായി അങ്ങനെ മരവിച്ചു പോകുന്നു. ഇതെല്ലാം കണ്ട് ആ മറ്റു 2 പേർ അവളെ കുറ്റം പറയുന്നു. പ്രശ്നം ഇവിടെയും അവസാനിക്കുന്നില്ല. അവളുടെ മേലെ തട്ടിത്തടഞ്ഞ് കുറേ പേർ തലതല്ലി വീഴുന്നുണ്ട്. ഭക്ഷണമൊക്കെ പറന്ന് കളിക്കുകയാണ്. താൻ പെട്ടുപോയല്ലോ എന്ന് മിയ ചിന്തിക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ മറ്റുള്ളവരൊക്കെ അത് തമാശയായി കണ്ട് ചിരിച്ചു തള്ളുന്നു. അടുത്ത ദിവസം ക്ലാരിസ് അന്നത്തെ പ്രിൻസസ് ക്ലാസ് ക്യാൻസൽ ചെയ്യുന്നു. എന്നിട്ട് 2 പേരും കൂടെ മിയയുടെ മസ്റ്റാങ്കിൽ ടൗൺ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവുകയാണ്. ക്ലാരിസ് ആം റെസ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പേരും ആ ദിവസം ആസ്വദിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിയയ്ക്ക് ലൈസൻസ് ഇല്ല. അതുകൊണ്ട് അവളുടെ വണ്ടിയിലെ കൺട്രോൾ നഷ്ടപ്പെട്ട് റിവേഴ്സിൽ വന്നിട്ട് ഒരു കേബിൾ കാറിനെ ഇടിക്കുകയാണ്. അങ്ങനെ ആക്സിഡൻ്റായി പോലീസ് വരുന്നു. പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിലും മിയയ്ക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും കേസ് എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ പെട്ടുപോയല്ലോ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ക്ലാരിസിന് ഒരു ഐഡിയ തോന്നുകയാണ്. താനൊരു രാജ്യത്തിൻ്റെ ക്വീൻ ആണെന്ന് അറിയിക്കുന്നു. നിയമം പാലിക്കുന്ന മാന്യരായ നിങ്ങൾ 2 വ്യക്തികൾ ജനോവിയൻ ആൾക്കാരെ സേവിക്കണമെന്ന് പറഞ്ഞ് ഓർഡർ ഓഫ് ദ റോസ് എന്ന കെട്ടിച്ചമച്ചെടുത്തൊരു ഓണർ നൽകി അവരെ ആദരിക്കുന്നു. അതെല്ലാം കണ്ടുനിന്ന ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിൽ ഇംപ്രസ്സായ പോലീസ് ഓഫീസർ ആർക്കും യാതൊരു ആപത്തും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ 2 പേരെയും വിട്ടയക്കുകയാണ്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ മിയ പോപ്പുലർ ആയതിനു ശേഷം ജോഷ് എന്ന പയ്യൻ മിയയോട് സംസാരിക്കാൻ വരികയാണ്. താൻ ലെനയുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറയുന്നു. മിയയ്ക്കാണെങ്കിൽ ഓൾറെഡി ജോഷിനോടൊരു ക്രഷ് ഉണ്ടല്ലോ. വരുന്ന ശനിയാഴ്ച ഒരു ബീച്ച് പാർട്ടി നടക്കുന്നുണ്ടെന്നും നീ വരണമെന്നും പറഞ്ഞ് ജോഷ് മിയയെ ക്ഷണിക്കുന്നുണ്ട്. ഈ കാര്യം നേരെ മിയ മൈക്കിളിനോടാണ് പറയുന്നത്. ഇത് കേട്ട് മൈക്കിൾ നിരാശനാവുകയാണ്. ബീച്ച് പാർട്ടി നടക്കുന്ന ദിവസം തന്നെയാണ് ലില്ലിയുടെ ടോക്ക് ഷോ ഉള്ളത് എന്ന് മിയ ഓർക്കുന്നില്ല. അടുത്ത സീനിൽ ബീച്ച് പാർട്ടി കാണിക്കുന്നു. മിയ ജോഷിൻ്റെ കൂടെ ബീച്ചെല്ലാം ചുറ്റിക്കറങ്ങി നടക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് ലില്ലിയുടെ ടോക്ക് ഷോ നടക്കുകയാണ്. പരിപാടിക്ക് പ്രിൻസസ് മിയ വരുമെന്നും അതുവരെ ജെറമിയ എന്ന ഈ പയ്യൻ ഷോയിൽ കാർഡ്സ് ഉപയോഗിച്ച് മാജിക് ചെയ്യുമെന്ന് ലില്ലി തൻ്റെ ഓഡിയൻസിനോട് പറയുന്നു. പക്ഷേ ഇവിടെ ബീച്ചിൽ ഇക്കാര്യം മറന്നുകൊണ്ട് ജോഷിൻ്റെ കൂടെ മിയ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹെലികോപ്റ്ററിൽ മീഡിയാസ് വരുന്നത്. അവരുടെ കാഴ്ചയിൽ നിന്ന് അവർ 2 പേരും ഓടി രക്ഷപ്പെടുന്നു. ക്യാമറയിൽ നിന്നും മറഞ്ഞ് ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ടോക്ക് ഷോയിൽ ഇപ്പോഴും മാജിക് ട്രിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിൻസസ് മിയയ്ക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല എന്ന വാർത്ത പറഞ്ഞ് ആ ടോക്ക് ഷോ അവസാനിപ്പിക്കുകയാണ് ലില്ലി. ഇവിടെ ബീച്ചിൽ റിപ്പോർട്ടേഴ്സൊക്കെ പോയി എന്ന് ജോഷ് പറയുന്നു. വെളിയിലിറങ്ങുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം പത്രക്കാർ അവരെ കാത്തിരിക്കുന്നതാണ്. ഈ അവസരം മുതലാക്കി ജോഷ് അവളുടെ പെർമിഷൻ ഇല്ലാതെ കിസ് ചെയ്യാണ്. മിയ ജോഷിനെ ചെരുപ്പ് കൊണ്ട് തല്ലി അവിടെ നിന്ന് ഓടുകയാണ്. ഓടി ഒളിക്കുന്ന മിയയെ ലെനയും ഫ്രണ്ട്സും സഹായിക്കാമെന്ന് പറയുന്നു. അത് കേട്ട് മിയ വിശ്വസിക്കുന്നു. എന്നാൽ ലെന റിപ്പോർട്ടേഴ്സിനെ വിളിച്ചു വരുത്തി മിയയെ കാട്ടിക്കൊടുക്കുന്നു. ഇതെല്ലാം അടുത്ത ദിവസം വലിയ വാർത്തയാവുന്നുണ്ട്. ഈ വാർത്ത കാണുന്ന ക്ലാരിസ് ഇങ്ങനെ ഇമ്മച്യൂറായി മിയയെ കാണിച്ചതിനെ ചൊല്ലി ചീത്ത പറയുന്നു.
മിയ പോയതിനു ശേഷം ജോസഫ് വരുന്നു. അങ്ങനെ ഹാർഷായി മിയയോട് പെരുമാറിയത് ശരിയല്ല. ആ ജോഷ് എന്ന പയ്യൻ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവളെ യൂസ് ചെയ്തതാണ്. 15 വയസ്സുള്ള മിയയോട് ഒരു മുത്തശ്ശി എന്ന നിലയിൽ ഇങ്ങനെ കടുത്തു സംസാരിച്ചത് ശരിയല്ല എന്ന് ജോസഫ് പറയുന്നു. അത് ശരിയാണെന്ന് ക്ലാരിസിനും തോന്നുന്നു. മിയ സ്കൂളിൽ ചെന്ന് ലില്ലിയോട് ടോക്ക് ഷോയ്ക്ക് വരാത്തത് കാരണം സോറി ചോദിക്കുന്നു. താനൊരിക്കലും ജനോവിയയുടെ പ്രിൻസസ് ആവില്ല എന്ന് മിയ പറയുന്നു. നീ പോപ്പുലർ ആയതിനു ശേഷം ജലസിയും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നോർത്ത് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നീ പ്രിൻസസ് ആവുന്നത് കാണാനാണ് താല്പര്യമെന്ന് ലില്ലി തുറന്നു പറയുന്നു. ലില്ലിയുടെ ടോക്ക് ഷോയിൽ വരാത്തതിന് പകരമായി മിയ ലില്ലിയെ ജനോവിയൻ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടിക്ക് ക്ഷണിക്കുന്നു. അടുത്ത സീനിൽ മിയയുടെ ആക്സിഡൻ്റ് ആയ കാർ നന്നാക്കി അതിൻ്റെ കീ കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ വരുന്നു. മൈക്കിളിനെ അവഗണിച്ചതുകൊണ്ട് മിയ സോറി പറയുന്നു. മൈക്കിളിനെയും ജനോവിയൻ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടിക്ക് ക്ഷണിക്കുന്നു. എന്നാൽ മൈക്കിൾ ആ ക്ഷണം നിഷേധിക്കുകയാണ്. അത് മിയയെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ മിയയും ജെർമയെയും ഇരിക്കുന്നത് കണ്ടിട്ട് ലെനയും ഫ്രണ്ട്സും അവരെക്കുറിച്ച് ഗോസിപ്പ് അടിക്കുന്നു. അവർ ജെർമയെയും നല്ലോണം കളിയാക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന മിയ ലെനയുടെ മേലെ ഐസ്ക്രീം പുരട്ടി നാശമാക്കുന്നുണ്ട്. നീ ഒരിക്കലും നന്നാവില്ല എന്നുകൂടെ പറയുന്നു. സ്റ്റുഡൻസ് എല്ലാം ഇത് കണ്ട് ലെനയെ കളിയാക്കുന്നു. അടുത്ത സീനിൽ ക്ലാരിസ് മിയയ്ക്ക് അവളുടെ അച്ഛൻ നൽകേണ്ടിയിരുന്ന ഗിഫ്റ്റ് സമ്മാനിക്കുന്നു. ക്ലാരിസ് മറ്റന്നാൾ ജനോവിയയിലേക്ക് മടങ്ങുമെന്നും അറിയിക്കുന്നു. ഒരു ഡയറിയാണ് മിയയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മുൻപൊരിക്കൽ മിയയ്ക്ക് ക്ലാരിസ് നൽകിയ ഒരു മാലയുണ്ടല്ലോ, അതിൻ്റെ ലോക്കറ്റ് ഉപയോഗിച്ചേ ഈ ഡയറി തുറക്കാൻ കഴിയൂ എന്ന് ക്ലാരിസ് പറയുന്നു. അന്നൊരു ദിവസം മിയയോട് ഹാർഷായി പെരുമാറിയതിന് സോറി ചോദിക്കുന്നു. നിനക്ക് നല്ലൊരു പ്രിൻസസ് ആവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ക്ലാരിസ് പറയുന്നത്. പക്ഷേ മുത്തശ്ശി, എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ജനോവിയൻ ജനങ്ങളെയും മുത്തശ്ശിയെയും ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് മിയ പറയുന്നത്. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടിയിൽ പ്രസ്സിന് മുന്നിൽ നീ നിന്റെ പദവി വേണ്ടെന്ന് വെക്കുന്നത് ഒഫീഷ്യലായി അറിയിക്കണം എന്ന് ക്ലാരിസ് പറയുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ധൈര്യമില്ലാത്ത മിയ നാടുവിടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതിനു മുന്നായി അവളുടെ അച്ഛൻ അവൾക്ക് സമ്മാനിച്ച ആ ഡയറി അവൾ തുറന്നു നോക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പരിപാടി തുടങ്ങാറായിട്ടും മിയ അവിടെ എത്തിയിട്ടില്ല എന്ന വിവരം ജോസഫ് അറിയുന്നു. മിയയ്ക്ക് ആ ഡയറിയുടെ ഇടയിൽ കിടന്ന ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. അത് അവളുടെ അച്ഛൻ എഴുതിയ കത്താണ്. അതിലെ ഒരു വരി ഇങ്ങനെയാണ്: ധൈര്യമെന്നാൽ ഒരിക്കലും ഭയമില്ല എന്ന അർത്ഥമല്ല, പക്ഷേ ഈ ഭയത്തെക്കാളും മറ്റെന്തിനോ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിലാണ് എന്ന് അച്ഛൻ കത്തിലെഴുതിയിരിക്കുന്നു. തൻ്റെ അച്ഛൻ്റെ കത്ത് വായിച്ചതിനു ശേഷം അവൾ തൻ്റെ നാടുവിടൽ ശ്രമം ഉപേക്ഷിക്കുന്നു. ഇവിടെയാണെങ്കിൽ പരിപാടിയിൽ എല്ലാവരും എത്തിച്ചേരാൻ തുടങ്ങിയിരിക്കുന്നു. മിയ ആ പരിപാടിയിലേക്ക് പുറപ്പെടുമ്പോൾ നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി. എങ്കിൽ പോലും അവൾ അവളുടെ കാർ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ആ സീൻ കട്ടാക്കിയാൽ പിന്നെ കാണിക്കുന്നത് മൈക്കിളിന് പിസ്സ ഡെലിവർ ആയിരിക്കുന്നതാണ്. അതിൽ സോറി എന്ന് എഴുതിയിട്ടുണ്ട്. മിയയാണ് പിസ്സ അയച്ചിരിക്കുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ ധൃതിയിൽ പുറപ്പെടുന്നത് കാണാം. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ബോൾ തുടങ്ങുമ്പോൾ മിയയുടെ കാർ പകുതി വഴിയിൽ നിന്നു പോകുന്നു. വേറൊരു വഴിയുമില്ലാത്ത മിയ ആ വണ്ടിയിൽ കിടന്ന് കരയുകയാണ്. ഈ രണ്ടുപേരാണെങ്കിലോ ഭരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ ജോസഫ് മിയയെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ജോസഫ് മിയയെ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ബോളിൽ വൈകിയാണെങ്കിലും അവൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ക്ലാരിസ് അനൗൺസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് മിയ വരുന്നത്. അവളെ കാണുമ്പോഴാണ് ക്ലാരിസിന് ആശ്വാസമാവുന്നത്. മിയയോട് വന്ന് പ്രസംഗിക്കാനായി ക്ലാരിസ് ക്ഷണിക്കുന്നു. ഞാൻ ഈ പദവി സ്വീകരിക്കാൻ ഭയക്കുന്നില്ലെന്നും എൻ്റെ അച്ഛൻ എനിക്ക് ധൈര്യം നൽകി സഹായിച്ചു എന്നും പറയുന്നു. ഇന്നു മുതൽ താൻ മിയ തെർമോപോളിസ് എന്ന ജനോവിയൻ രാജ്യത്തിൻ്റെ പ്രിൻസസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. ക്വീനായ ക്ലാരിസ് മിയയ്ക്ക് പ്രിൻസസിൻ്റെ കിരീടം വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം മിയ നനഞ്ഞ വസ്ത്രം മാറ്റി ആഡംബര വസ്ത്രത്തിൽ വന്നു ചേരുന്നു. ആ തിരക്കിനിടയിൽ മിയ മൈക്കിളിനെ കാണുന്നു. അപ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്ത് മൈക്കിൾ അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജോസഫും ക്ലാരിസും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇവർ ആ തിരക്കിൽ നിന്ന് മാറി വെളിയിൽ വന്ന് നിൽക്കുന്ന സമയം മൈക്കിൾ മിയയെ കിസ് ചെയ്യുന്നു. അന്ന് അവൾക്ക് തൻ്റെ പ്രിൻസസ് പദവിയും ലഭിച്ചു, ഒപ്പം തന്നെ തൻ്റെ പ്രണയത്തെയും. അങ്ങനെ ഹാപ്പി എൻഡിങ്ങോടുകൂടി മിയ ജനോവിയയിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും കുറേ മൂവി എക്സ്പ്ലനേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയുമെല്ലാം ഈ ചാനലിനോട് സപ്പോർട്ട് കാണിക്കണേ. അപ്പോൾ ബൈ.